ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗം, അതായത് ഡിവിഷൻ മെത്തേഡ്സ്, ഹരണ രീതികൾ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 50 ലാസ്റ്റിലുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ ഉണ്ട് അല്ലെ. 1-2 പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ പ്രവർത്തനം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 3ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചുവടെ സംഖ്യകൾ അടുക്കിയിരിക്കുന്ന രീതി ഒന്ന് നോക്കൂ. എന്നിട്ട് അവിടെ കുറച്ച് സംഖ്യകളൊക്കെ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ ഞാന് ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന സംഖ്യകളാണ് ഈ നീല മഷിയിൽ എഴുതിയത്. ഞാൻ ആ കോളം ഒന്നും കൂടെ വലുതാക്കുന്നതിന് കാരണമുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതെല്ലാം ശിഷ്ടങ്ങളാണ്. ഇവിടെ 0, 1, 2, 3, 4 എന്ന് എഴുതിയത് ശിഷ്ടങ്ങളാണ്. റിമൈൻഡർ, മിച്ചം ഒക്കെ ആണല്ലോ. താഴോട്ട് ഇവിടെ വന്നിരിക്കുന്നത് 0, 1, 2, 3 എന്നുള്ളത് ക്വസ്റ്റൻ, ഹരണഫലാണ്. ഇനി നമുക്ക് 1ാമത്തെ ചോദ്യം ഒന്ന് നോക്കാം. ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദ്യം ഒന്നും കൂടെ നോക്കുക. ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ക്വസ്റ്റൻ, എന്താ ബന്ധം? നിങ്ങൾ നോക്കൂ, ഇവിടെ 0, 1, 2, 3, 4 ഇതിന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം എന്താ കിട്ടുന്നത്? കോഷ്യന്റ്, അതായത് ഹരണഫലം എന്താ കിട്ടുന്നത്? 0. ഇനി 5, 6, 7, 8, 9 എടുത്തു നോക്കൂ. 5-ന് 5 കൊണ്ട് ഹരിച്ചാൽ 1, 6-ന് 5 കൊണ്ട് ഹരിച്ചാൽ 1, 7-ന് 5 കൊണ്ട് ഹരിച്ചാൽ 1, 8-ന് 5 കൊണ്ട് ഹരിച്ചാൽ 1, 9-ന് 5 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ എന്തായിരിക്കും? ഒരേ സംഖ്യയായിരിക്കും. എന്തായിരിക്കും? ഒരേ സംഖ്യ തന്നെ ആയിരിക്കും. ഹരണഫലങ്ങളെല്ലാം എന്തായിരിക്കും? തുല്യമായിരിക്കും, ഒരേ സംഖ്യ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഇത് മനസ്സിലായി. എന്നിട്ട് അതിൽ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞു, ശിഷ്ടങ്ങൾ തമ്മിലോ? ഒരേ വരിയിലെ ശിഷ്ടങ്ങൾ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 0-ത്തെ 5 കൊണ്ട് ഹരിച്ചാൽ 0, 1-നെ 5 കൊണ്ട് ഹരിച്ചാൽ 1, 2-നെ 5 കൊണ്ട് ഹരിച്ചാൽ 2, 3-നെ 5 കൊണ്ട് ഹരിച്ചാൽ 3, 4-നെ 5 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോ ഈ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടങ്ങൾ ഇതിന്റെ മുകളിൽ എഴുതിയ സംഖ്യകൾ തന്നെയാണ്. അപ്പൊ അടുത്ത വരിയും അത് തന്നെയാണോ എന്ന് നമുക്ക് നോക്കണ്ടേ? നോക്കാം. 5-ന് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0, 6-ന് 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം ശിഷ്ടം 1, 7-ന് 5 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പൊ ഈ സംഖ്യ തന്നെയാണ്. അപ്പൊ നമുക്ക് വേറൊരു വരിയും കൂടെ എടുത്ത് നോക്കിയാലോ? നമുക്ക് ഇതെടുത്ത് നോക്കാം. 15-ന് 5 കൊണ്ട് ഹരിച്ചാൽ 0 ശിഷ്ടം, 16-ന് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1, 17-നെ ഹരിച്ചാൽ 2, 18-നെ ഹരിച്ചാൽ 3, 19-നെ ഹരിച്ചാൽ ശിഷ്ടം 4. അപ്പൊ നമുക്ക് അവിടെ എന്ത് എഴുതാം? നിങ്ങൾ എഴുതിയാൽ മതി, ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടങ്ങൾ ആ വരിയുടെ മുകളിൽ എഴുതിയ അതേ സംഖ്യകൾ തന്നെയായിരിക്കും. അതായത് ഈ വരിയിലെ ഏറ്റവും മുകളിൽ എഴുതിയ അതേ സംഖ്യകൾ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ ആണല്ലോ, മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി 2ാമത്തെ ചോദ്യം ഒന്ന് പറയാം. ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ? നമുക്ക് നോക്കാം. ഈ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ, ശിഷ്ടം എന്താ വരുന്നത്? 0 അല്ലേ? 5-ന് 5 കൊണ്ട് ഹരിച്ചാൽ 0, 15-ന് 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 ആണ്. ഇനി നോക്കാം, 1, 6, 11, 16 ഇതിനൊക്കെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എന്താണ്? 1 ആണ് കിട്ടുന്നത്. ഈ നിരയിലുള്ള സംഖ്യ നോക്കൂ, 2, 7, 12, 17 ഇതിനെയൊക്കെ 5 കൊണ്ട് ഹരിച്ചാൽ എന്താണ്? ശിഷ്ടം 2 ആണ്. ഇതിനെ ഹരിച്ചാൽ ശിഷ്ടം 3, ഇതിനെ ഹരിച്ചാൽ ശിഷ്ടം 4. അപ്പൊ എന്താ നമുക്ക് എഴുതേണ്ടത്? നിങ്ങൾ ഈ രീതിയിൽ എഴുതിക്കോളാം. ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടങ്ങൾ ഒരേ സംഖ്യയായിരിക്കും. അടുത്ത ചോദ്യം നല്ലൊരു ചോദ്യമാണ്. USSനൊക്കെ ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. ക്വിസ് കോമ്പറ്റീഷനും ചോദിക്കാൻ പറ്റിയ ചോദ്യം. 10ാം വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്പർ ഓഫ് 10th റോ, ലാസ്റ്റ് നമ്പർ ഓഫ് 10th റോ.
അപ്പൊ നമുക്ക് 10ാം വരിയിലെ ആദ്യ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പൊ ഈ കോളം ഇങ്ങനെ കിടന്നാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പൊ നമുക്കൊന്ന് മടങ്ങും മിച്ചവുമായിട്ടൊന്ന് നോക്കാം. ഇവിടെ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 0 + 0 ആണ് വരിക അല്ലേ? ഇവിടെയോ 5 × 1 കൂട്ടണം 0 ആണ് വരുന്നത് അല്ലേ? ഇവിടെയോ 5 × 2 കൂട്ടണം 0. ഇവിടെ 5 × 3 കൂട്ടണം 0. ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ എഴുതി പോയാൽ നമുക്കറിയാം ഇവിടെ 1, 2, 3, 4ാമത്തെ വരി വരുമ്പോൾ 3 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിയിലെ ആദ്യ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 5 × 9 കൂട്ടണം 0 ആണ് വരിക. അപ്പൊ എത്രയാണ് വരിക? 5 9 45 ആണ് ആദ്യ സംഖ്യ വരുന്നത്. 10ാം വരിയിൽ ആദ്യ സംഖ്യ എത്രയാ വരുന്നത്? 45. എനിക്കിവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത് അങ്ങോട്ട് എടുത്ത് എഴുതണം. അപ്പൊ 11ാം വരി ആകുമ്പോഴോ 5 × 10. 12ാം വരിയാണെങ്കിലോ 5 × 11. ഓക്കെ ആയില്ലേ? ഇപ്പൊ ഓക്കെ ആയില്ലേ? നമുക്ക് കാണേണ്ടത് 10ാമത്തെ വരിയിലെ ലാസ്റ്റ് നമ്പർ, അവസാനത്തെ സംഖ്യ. അപ്പൊ നമുക്ക് 10ാമത്തെ വരി ഞാൻ ഈ രീതിയിൽ ഒന്ന് പോയി നോക്കുകയാണ്. നമുക്ക് നോക്കാം. നമുക്ക് 5ാമത്തത് നമ്മൾ നോക്കാം. 5 × 3 കൂട്ടണം 0. 5 3 15 ആണ്. എത്രാമത്തെ വരിയാണത്? 1 2 3 4ാമത്തത്. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് എഴുതാം 5 × 3 കൂട്ടണം 1, 5 × 3 കൂട്ടണം 2, 5 × 3 കൂട്ടണം 3, 5 × 3 കൂട്ടണം 4. 5 3 15 4 19. ഇങ്ങനെ പോയാൽ 10ാമത്തെ വരി ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുകയാണ്. 5 × 9 കൂട്ടണം 0, 5 × 9 കൂട്ടണം 1, 5 × 9 കൂട്ടണം 2, 5 × 9 കൂട്ടണം 3, 5 × 9 കൂട്ടണം 4. ഇനി ഇത് ഇങ്ങനെ താഴോട്ട് നോക്കി നോക്കൂ. എല്ലാം ഇവിടെ 4 ആണ് വരിക. കാരണം ഇവിടെ റിമൈൻഡർ 4 ആണ്. അപ്പൊ എല്ലാം 4 ആണ്. ഇവിടെ 5 × 0 കൂട്ടണം 4, 5 × 1 കൂട്ടണം 4, 5 × ഒരു 5 5 4 ആണ് 9. ഇവിടെ എല്ലാം 4 ആണ് കൂട്ടി വരുന്നത്. അതായത് 1 2 3 4 5ാമത്തെ സംഖ്യ. അപ്പൊ ഇവിടെ 5ാമത്തെ സംഖ്യ കാണണമെങ്കിൽ നമുക്ക് 5ാമത്തത് കാണണമെങ്കിൽ അതിനേക്കാൾ 1 കുറവാണ് വരിക. അപ്പൊ എത്രയാണ് വരിക? 5 9 45 കൂട്ടണം 4 ആണ് വരിക. 5ാമത്തെ സംഖ്യ കാണാൻ 5ൽ നിന്നും 1 കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് വരിക? 49 ആണ് വരിക. ഇനി അതല്ലെങ്കിൽ ഗസ് ചെയ്തിട്ട് എഴുതാ. ഇത് 45 ആയാലും 46 47 48 49 ആണ്. ഒന്നാമത്തെ സംഖ്യ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിലെ ലാസ്റ്റ് സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. അടുത്ത ചോദിച്ചിരിക്കുന്നത് 12ാമത്തെ വരിയിലെ 4ാമത്തെ സംഖ്യ. ഉടൻ നിങ്ങളുടെ മനസ്സിൽ കാണാം 12ാമത്തെ വരി. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. എന്ത് എഴുതാം? 5 × 12 ആവുമ്പോ 11 വരും. 5 × 11 കൂട്ടണം. എത്രാമത്തെ വരിയ? എത്രാമത്തെ സംഖ്യ ചോദിച്ചത്? 4ാം സംഖ്യ. അപ്പൊ ഇവിടെ എത്രയാ വരിക? 1 കുറയും, 3 വരും. മനസ്സിലായില്ലേ? അപ്പൊ 11 5 55 3 എത്രയാണ് വരിക? 58 ആണ് വരിക. 58. 12ാമത്തെ വരിയിലെ 4ാമത്തെ സംഖ്യ 58. അതായത് 5ന്റെ 11 മടങ്ങിനോട് 3 കൂട്ടിയതാണ് വരിക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം രസകരമായ ഒരു ചോദ്യമാണ്. 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ്? അപ്പൊ 123 കിട്ടണമെങ്കിൽ നമുക്കറിയാം 5ന്റെ ഗുണിതങ്ങള് ഒന്നുകിൽ 5ഉം 0 ആണ് ലാസ്റ്റ് വരിക. അങ്ങനെ വരുമ്പോൾ 120 കൂട്ടണം 3 ആണ് 123 വരിക. അപ്പൊ 120 കിട്ടണമെങ്കിൽ 5ന്റെ എത്ര മടങ്ങാണ് വരിക? 5 × 24 മടങ്ങാണ് 120. കൂട്ടണം 3 ആണ് വരുന്നത്. ഇനി നിങ്ങളോട് ചോദിച്ചത് ഇത് എത്രാമത്തെ വരിയിലെ എത്രാമത്തെ സംഖ്യയാണ്? അപ്പൊ നോക്കൂ, ഇവിടെ 24 വന്നത് കൊണ്ട് എത്രാമത്തെ വരിയാ വരിക? 25ാമത്തെ വരിയാണ് വരിക. ഇനി ഇത് എത്രാമത്തെ സംഖ്യയാണ് വരിക? ഇവിടെ 3 ആണ്. അതുകൊണ്ട് 4ാമത്തെ സംഖ്യയാണ് വരിക. എത്രാമത്തെ സംഖ്യയാണ് വരുന്നത്?
നാലാമത്തെ സംഖ്യ. അതായത് മടങ്ങിനോടും മിച്ചത്തോടും ഒന്ന് കൂട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? മടങ്ങിനോടും മിച്ചത്തോടും ഒന്ന് കൂട്ടിയാൽ മതി. ഇത് കൃത്യമായി പഠിച്ചു പോയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആ കോളത്തിലെ സംഖ്യ ഇതേപോലെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ട മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ ചോദ്യങ്ങൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. മൂന്നാമത്തെ ചോദ്യത്തിൽ 1, 2, 3, 4, 5 അതിന്റെ സബ് ഡിവിഷൻ ചോദ്യങ്ങൾ, ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. കൃത്യമായിട്ട് പഠിക്കുക. നല്ല ചോദ്യങ്ങളാണ്. നന്നായിട്ട് മനസ്സിലാക്കി വേണം പോവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരും. അപ്പൊ ഓക്കെ, ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ. ബൈ.